മുനമ്പം വഖഫ് ഭൂമി തന്നെയെന്ന് കേന്ദ്ര സർക്കാരിനോട് വഖഫ് ബോർഡ് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിന് മറുപടി നൽകി. പ്രാഥമിക മറുപടിയാണ് നൽകിയത്. വഖഫ് രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഭൂമി ആയതുകൊണ്ടാണ് രജിസ്റ്റർ ചെയ്തത്. ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത് സ്വാഭാവിക നടപടിയെന്നും മറുപടി. വി എസ് രഞ്ജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. വി എസ് രഞ്ജിത്ത്, ഇതിൽ ഒരു വിശദീകരണം തേടിയിരുന്നു, അത് പെട്ടെന്ന് തന്നെ അറിയിക്കണം എന്നതും കൂടി വ്യക്തമാക്കിയിരിക്കുന്നു. ഇപ്പോൾ വഖഫ് ഭൂമി തന്നെയാണെന്ന് വഖഫ് ബോർഡ് കേന്ദ്ര സർക്കാരിനോട് ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നു. മുനമ്പം വഖഫ് ഭൂമിയാണോ, അല്ലെങ്കിൽ അതിലൊരു സംശയം BJPക്ക് ഉള്ളത് കൊണ്ടാണ് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം എന്തുകൊണ്ടാണ് ഉമീദ് പോർട്ടലിൽ മുനമ്പം ഭൂമി രജിസ്റ്റർ ചെയ്തത് എന്നൊരു ചോദ്യം ഒരു കൊറിയായി തന്നെ സംസ്ഥാന വഖഫ് ബോർഡിനോട് ഉന്നയിച്ചത്. അതിന് മറുപടി നേരത്തെ തന്നെ വഖഫ് ബോർഡ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മറുപടിയായി കൊടുത്തിരിക്കുന്നത് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതിക്ക് മുമ്പ് വഖഫ് രജിസ്റ്ററിലുള്ള എല്ലാ സ്വത്തുവകകളും രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ആ കൂട്ടത്തിൽ ഉമീദ് പോർട്ടലിൽ മുനമ്പം ഭൂമിയും രജിസ്റ്റർ ചെയ്തു. വഖഫ് രജിസ്റ്ററിൽ ഉള്ള 400ഓളം സ്വത്ത് വകകളുണ്ട്. അതെല്ലാം ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ മുനമ്പം ഭൂമിയും രജിസ്റ്റർ ചെയ്തു. അതായത് വഖഫിന്റെ രജിസ്റ്ററിലുള്ള വഖഫ് ഭൂമി തന്നെയാണ് മുനമ്പം എന്ന് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തോട് സംസ്ഥാന വഖഫ് ബോർഡ് പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം ഒരു റിമാർക്ക് അതിൽ വെച്ചിട്ടുള്ളത്, ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് മുനമ്പവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലും വഖഫ് ട്രിബ്യൂണലിലും കേസ് നടക്കുന്നുണ്ട്. ആ കേസിന്റെ അന്തിമ വിധി വന്നിട്ടില്ല എന്നുകൂടി അതിനകത്ത് ചേർത്ത് വെക്കുന്നുണ്ട്. ഏതായാലും ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിന്റെ ചോദ്യത്തിന് വഖഫ് ഭൂമിയാണ് മുനമ്പം എന്ന് തന്നെയാണ് വഖഫ് ബോർഡ് ഇപ്പോൾ മറുപടി നൽകിയിട്ടുള്ളത്. ഇതിപ്പോൾ കൊടുത്ത മറുപടിയല്ല, കഴിഞ്ഞ 16-ാം തീയതി കൊടുത്ത മറുപടിയാണ്, പ്രാഥമിക മറുപടി. ഇന്നിപ്പോൾ വഖഫ് ബോർഡിന്റെ യോഗം ചേരുന്നുണ്ട്. ഒരുപക്ഷെ വിശദമായ മറുപടിയെക്കുറിച്ച് ഈ യോഗം ചർച്ച ചെയ്തേക്കാം. വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. മുനമ്പത്തേത് വഖഫ് ഭൂമി എന്ന് കേന്ദ്ര സർക്കാരിനോട് വഖഫ് ബോർഡ്.